ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10 ദിവസത്തിനുള്ളിൽ റെഡി ആവാൻ പോണ ബനാന വൈനാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ അതിനായിട്ട് 1 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പാളയംകോടനോ റോബസ്റ്റോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പാളയംകോടനാണ് എടുത്തേക്കുന്നത്. ഒരു ഇച്ചിരി പുളി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എടുക്കുമ്പോൾ ഇങ്ങനെ ചെളിഞ്ഞതോ അങ്ങനെ ചതഞ്ഞതോ ഒക്കെ ഉണ്ടാവുന്ന പഴം ഉണ്ടല്ലോ, അതൊന്നും എടുക്കില്ല. എന്നാൽ നല്ലപോലെ പഴുത്തിട്ടും ഉണ്ടാവണം. അപ്പോഴാണ് വൈൻ ഇടാൻ പാകം. നല്ല പഴുത്തതും എന്നാൽ ചീഞ്ഞു പോകരുത്, അങ്ങനെ ഒരു പാകത്തിൽ വേണം നമ്മൾ പഴം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള 1 കിലോ പഴമാണിത്. ഇനി ഇത് നമുക്ക് ഭരണിയിലോട്ട് തൊലി പൊളിച്ചിടാം. അപ്പൊ ഇത് മുഴുവനായിട്ടോ പൊളിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം, മുറിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ മിക്സിയിൽ ഒന്നിട്ട് ഉടയ്ക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1 കിലോയ്ക്ക് 3/4 കിലോ ഷുഗർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലും കുറവെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടാൻ പാടില്ല, ഭയങ്കര മധുരമായി പോകും. അപ്പൊ ഷുഗർ ഇട്ടിട്ട് ഉടയ്ക്കുമ്പോൾ പഴം നല്ലപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സ് ആയി കിട്ടും. അപ്പൊ ഒരുപാട് അങ്ങനെ ഉടയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് ബാക്കി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കാശ്മീരി മുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1/2 പകുതിയൊക്കെ മതിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒട്ടും എരിവില്ലാത്ത മുളകാണ് കാശ്മീരി മുളക്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പൈസസ് ഇടാം. സ്പൈസസ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി വൈനൊന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 10 ദിവസത്തിനുള്ളിൽ എടുക്കുന്നില്ല, പെട്ടെന്ന് ഫെർമെന്റ് ആവുന്ന സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പൗഡർ ആക്കരുത്, കലങ്ങിയിരിക്കും. ഇനി ഈസ്റ്റ് ആണ്, 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ. ഇതിൽ ഗോതമ്പോ അങ്ങനത്തെ ഒരു സാധനം വേണ്ട. നമുക്കറിയാം പഴമൊക്കെ നല്ല പെട്ടെന്ന് ഫെർമെന്റ് ആവുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട. 1.5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഷുഗറൊക്കെ ഒന്ന് നല്ലപോലെ കലങ്ങി വരണം. അപ്പൊ അത് മൊത്തത്തിൽ കലങ്ങുന്ന വരെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം മിക്സ് ആവണം. അപ്പൊ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ അറിയാലോ, ഭരണിയൊക്കെ അടച്ചു വെക്കുമ്പോൾ നമുക്ക് പ്രാണിയൊക്കെ കയറുമായിരിക്കും, എയർ ടൈറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു തുണി വെച്ചിട്ട് അടയ്ക്കണം. എല്ലാ റെസിപ്പിയിലും പറയുന്നതാണ്, തുണി വെച്ചിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രാണിയൊക്കെ കയറി ഉള്ളിൽ മുട്ടയൊക്കെ ഇടും. അപ്പൊ ഇതുപോലെ കെട്ടി വെച്ചിട്ട് നമുക്കിനി 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ നല്ല പതയുണ്ടാവും. നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഒരു 10-12 ദിവസമൊക്കെ ആവുമ്പോൾ 12 ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പൊ പിന്നെ വിനെഗർ ആയി പോകും, പുളിച്ചു പോകും, വൈൻ്റെ പുളിരസം വരും. കണ്ട മുകളിൽ ഇങ്ങനെ കട്ട പോലെ വന്നിരിക്കുക 10 ദിവസം കഴിയുമ്പോൾ. അപ്പൊ അത് നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. ആ മേലെ ഇരിക്കുന്ന ആ ഒരു ചണ്ടി പോലെ ആവും പഴം. അപ്പൊ അതെടുത്തിട്ട് മാറ്റാം. അപ്പൊ ഇത് ഒറ്റ തവണ കൊണ്ട് നമുക്കിതിങ്ങനെ ഒഴിച്ച് അരിച്ചെടുക്കാൻ പറ്റില്ല. തുണിയിൽ തന്നെ അരിക്കണം. അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പൊ ഞാനൊരു 3 ബാച്ചായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വൈൻ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാവുക. അപ്പൊ ഇത് എനിക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2.5 ലിറ്റർ വരെ വൈൻ കിട്ടും. ഇപ്പൊ നമുക്ക് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും കൂടെ തെളിഞ്ഞു വരിക. 1-2 ഒക്കെ ബോട്ടിലാക്കി വെക്കുമ്പോൾ ശരിക്കും പച്ചവെള്ളം പോലെ ഇരിക്കും. അപ്പൊ ഇതാണ് ഈസി വൈൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.